മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗവും. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിൽ SSF മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ CPM വീണു. ADGP RSS കൂടിക്കാഴ്ചകളെ CPM നിസാരവൽക്കരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇടതുപക്ഷത്തെ തന്നെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ സംശയമുണ്ടെന്നും റിസാലയിൽ വിമർശനമുയരുന്നു. ഇങ്ങനെ പോയാൽ CPM പൊടി പോലും ഉണ്ടാകില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതും മുഖപ്രസംഗത്തിലെ ഒരു വിമർശനമാണ്. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, ഈ മലപ്പുറം പരാമർശം എന്ന തരത്തിൽ ഉയർന്ന വിവാദവും ഈ വിമർശനത്തിൽ പങ്കുവെക്കുന്നുണ്ടോ റിസാല? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് വിമർശനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കാന്തപുരം വിഭാഗത്തിന്റെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ് SSF. അതിന്റെ മുഖപത്രമാണ് റിസാല. അതിലാണ് പിണറായി വിജയനെതിരെ ഇത്രയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ADGP RSS കൂടിക്കാഴ്ച അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നടപടി സ്വീകരിക്കാത്തത്? അത് എന്തിന്റെ തെളിവാണെന്ന ചോദ്യം ഉയർത്തുന്നു. ഈ അഭിമുഖം BJPക്ക് ഗുണകരമായ രീതിയിലാണ് പ്രചരിക്കുന്നത്. മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നടപ്പാക്കിയെന്നാണ് വിമർശനം. അതായത് ഹിന്ദുവിന് നൽകിയ അഭിമുഖം അതിന്റെ ഒരു ഭാഗമാണെന്നും ഇതിൽ പറയുന്നുണ്ട്. പോലീസിന്റെ മനോവീര്യം തകർക്കരുത് എന്ന ക്യാപ്സ്യൂൾ മുഖ്യമന്ത്രി ഉരുവിടുകയാണ്. പോലീസ് ഭാഷ്യങ്ങളെ മുഴുവൻ വെള്ളം തൊടാതെ മുഖ്യമന്ത്രി നിരന്തരം ന്യായീകരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. അധികാരാർത്ഥിയിൽ CPM ചെന്നുപതിച്ച അപജയത്തിന്റെ ആഴം അളക്കാൻ കഴിയാത്തതെന്നും ഈ ഒരു മുഖപ്രസംഗത്തിൽ വിമർശനം ഉയരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ PV അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ഒക്കെ ഏകദേശം ഒരേ തരത്തിലുള്ളതാണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ മലപ്പുറത്ത് കാന്തപുരം വിഭാഗത്തിന്റെ കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ, അതിന്റെ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തിന് നൽകുന്നതാണ് ഈ ഒരു മുഖപ്രസംഗം എന്ന് പറയേണ്ടതുണ്ട്. മാത്രമല്ല, അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ഈ ഒരു മുഖപ്രസംഗത്തിലെ കാര്യങ്ങളും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അൻവറിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരുപക്ഷെ മത സാമുദായിക സംഘടനകൾ തയ്യാറായിരിക്കുമെന്ന ഒരു സൂചനയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യാഖ്യാനവും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മുഖപ്രസംഗത്തിന് നൽകാൻ കഴിയും. എന്തു തന്നെയാണെങ്കിലും മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന, മുഖ്യമന്ത്രിയെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ഈ ഒരു മുഖപ്രസംഗം ഇടതുപക്ഷത്തെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കുക എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന സാഹചര്യമാണ്. അവിടെയാണ് കാന്തപുരം വിഭാഗത്തിന്റെ SSFന്റെ ഈ മുഖപത്രത്തിലെ വിമർശനം ശ്രദ്ധേയമാകുന്നതും. അനുമോദ്, SSFന്റെ നിലപാട്, അതിനോട് പ്രതികരണം നേതൃത്വത്തിന്റെ ഭാഗത്തെന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? നമുക്കറിയാം, നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായ ഒരു പ്രതികരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ അങ്ങനെ മാത്രമാണ് ചെയ്യുക. മറ്റതെല്ലാം അവരുടെ മറ്റ് യുവജന സംഘടനകൾ അത്തരത്തിലുള്ള മാർഗങ്ങൾ മുഖേനയാണ് പങ്കുവെക്കാറുള്ളത്. ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതൃത്വം ഇപ്പോൾ തന്നെ പോവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയാണ് നേതൃത്വം അങ്ങനെ പരസ്യമായ പ്രസ്താവനകളൊക്കെ മുതിരാറുള്ളത്. കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വിമർശനം വന്നു, ഇതിപ്പോൾ റിസാലയിൽ വരുന്നു. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അതൃപ്തി തന്നെയാണ്. ഈ ഒരു അതൃപ്തി തന്നെയാണ് ഇനി PV അൻവർ അടക്കമുള്ളവർ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും. സ്വാഭാവികമായിട്ടും PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. നാളെ ഇപ്പോൾ അൻവറിന്റെ പാർട്ടി സമ്മേളനം നടത്താൻ പോകുന്നു, ആ പാർട്ടി പ്രഖ്യാപനം നടത്താൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം കുറേയും കൂടി വ്യാപകമായ പ്രവർത്തനത്തിനിറങ്ങുന്നു. അങ്ങനെ വരികയാണെങ്കിൽ, അവർക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അൻവർ മാറുകയാണെങ്കിൽ, സാമുദായിക സംഘടനകളുടെ പിന്തുണ കൂടി അൻവറിന് ലഭിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മലപ്പുറത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാണെങ്കിലും ഈ മുഖ്യമന്ത്രി RSSനൊപ്പം ചേരുന്നു എന്ന ആക്ഷേപം, അൻവർ ഉന്നയിച്ച ആക്ഷേപം, അത് സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ആ ഒരു ആക്ഷേപത്തെ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ
ഇടതുപക്ഷത്തിന് ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിസ്സാരമായി കാണാൻ കഴിയില്ല. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിൽ SSF മുഖപത്രമായിട്ടുള്ള റിസാലയിൽ വന്നിരിക്കുന്ന ലേഖനം, കാരണം അത് കാന്തപുരം ഭാഗത്തു തന്നെയാണ് വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം. ഏറ്റവും ഗൗരവമായിട്ടും ഇടതുപക്ഷവും CPM പരിഗണിക്കേണ്ട സാഹചര്യമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.